ആദിമ നൂറ്റാണ്ടുകൾ മുതൽ സഭയിൽ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇടയന്മാരെയും സഭാ അധ്യക്ഷന്മാരെയും തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധക്കുറവും അപാകതകളുമാണെന്ന് ആദിമ സഭാപിതാവായ സ്വർണനാവുകാരനായ വിശുദ്ധ മാർ ഇവാനിയോസ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സക്കറിയ മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. സഭയിലെ അക്രമത്തിനും ക്രമരാഹിത്യത്തിനും പലപ്പോഴും വഴിയൊരുക്കുന്നത് സഭയെ നയിക്കേണ്ടവരുടെ തെരഞ്ഞെടുപ്പിൽ പുലർത്തേണ്ട ജാഗ്രതയും വിവേകവും നഷ്ടപ്പെടുന്നതാണ്. സഭയുടെ തലവന്മാരായും ഇടയന്മാരായും അധ്യക്ഷന്മാരായും തെരഞ്ഞെടുക്കപ്പെടുന്നവർ ദൈവവും പരിശുദ്ധ സഭയും തങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നവരും സഭാഗാത്രത്തെ സംരക്ഷിക്കാനും അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതികൂലതകളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വിവേകപൂർവം പ്രതിരോധിക്കാനും കഴിവും ആർജവവും ഉള്ളവരായിരിക്കണം. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോലും വിശുദ്ധ മാർ ഇവാനിയോസ് വിമുഖത കാട്ടിയതിന്റെ കാരണങ്ങളിലൊന്ന് ഇതായിരുന്നുവെന്നും തിരുമേനി ആ പിതാവിന്റെ ഉദ്ധരണികളെ ആധാരമാക്കി വിശദീകരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്തയുടെ 8ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ചെങ്ങന്നൂർ സെന്റ് ജോർജ് ദയ്യറായിൽ നടന്ന അനുസ്മരണ പ്രഭാഷണത്തിലാണ് സക്കറിയ മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത ഇക്കാര്യം പറഞ്ഞത്. തന്റെ സ്ഥാനമഹിമയെക്കുറിച്ചും ദൈവമേൽപ്പിച്ച നിയോഗത്തെക്കുറിച്ചും ആഴത്തിലുള്ള ബോധ്യവും ഔന്നിത്യവും ഉണ്ടായിരുന്ന പിതാവായിരുന്നു തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്ത. ആ ബോധ്യത്തിന് അനുയോജ്യമായ കുലീനതയും അന്തസ്സും ഔചിത്യവും തന്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും തിരുമേനി കാത്തു സൂക്ഷിച്ചു. പരിശുദ്ധ സഭയെ ഏൽപ്പിച്ച അനേകം ചുമതലകൾ അതീവ വിശ്വസ്തയോടും കാര്യഗൗരവത്തോടും കൂടി അദ്ദേഹം നിർവഹിച്ചു. അതിനാവശ്യമായ ആർജവത്തിനൊപ്പം മധ്യ തിരുവിതാംകൂറുകാരന്റെ ചങ്കുറപ്പും ആ പിതാവിൽ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനിയുടെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. ആനുകാലിക സംഭവങ്ങളിൽ കാണുന്നത് പോലെ ആദിമസഭയിലും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രതിസന്ധികളോട് സഭാപിതാക്കന്മാർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് വിശുദ്ധ മാർ ഇവാനിയോസ് തന്റെ രചനകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴെല്ലാം അതിന്റെ ഉത്തരവാദിത്തം പൗരോഹിത്യത്തിനുമേൽ മാത്രം ചുമത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം നൽകിയ താലന്തുകളെയും ദാനങ്ങളെയും വേണ്ടവിധം ഉപയോഗിക്കാതിരിക്കുകയും അവ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്തയെ പോലുള്ള പിതാക്കന്മാരുടെ മഹത്വവും ശ്രേഷ്ഠതയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വൈദികൻ പോലും ആകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി ശുശ്രൂഷ ചെയ്യാൻ മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്തയ്ക്ക് കഴിഞ്ഞിരുന്നു. പിൽക്കാല ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്കും വിശാലമായ സഭാ ശുശ്രൂഷയ്ക്കും പിന്നിൽ ഈ നിസ്വാർത്ഥവും ആത്മാർത്ഥവുമായ സഭാസേവനത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. താൻ വഹിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വത്തിനും ഗരിമയ്ക്കും യോജിച്ച വിധത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം എത്രമാത്രം വലുതാണെന്ന ബോധ്യം ഒരാൾക്കുണ്ടാകണം. ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ ഉജ്ജ്വല മാതൃകയായിരുന്നു തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്ത എന്നും സേവേറിയോസ് തിരുമേനി കൂട്ടിച്ചേർത്തു.